रब को याद करूं एक पर याद करूं बिछड़ा दीन मिला दे ഓയ് റബ്ബാ. ഈ വാക്കിൻ്റെ അർത്ഥം അറിയാവുക? റബ്ബുക്കോ യാദ് കറും, ഞാൻ പടച്ചോനെ ഓർക്കുന്നു. എക്കുപ്പർ യാദ് കറും, എല്ലാ സമയവും ഞാനിങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കുന്നു. ബിച്ചിട ദീന് മിലാതെ, ഞങ്ങളെ കൈമന്നു പോയ ദീന് അത് എനിക്ക് കൂടിത്തരണേ. ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ. തദ്രി മാന കൗലിക്കാം, ഇതിൻ്റെ അർത്ഥം അറിയോ? ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവനാണ്. ഒരു മുഅ്മിന്, അതായത് ഒരു സത്യവിശ്വാസി ഒരു പ്രയാസം വരുന്ന സമയത്ത് അയാൾ പറയും ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് വിഷമം വരുന്ന സമയത്തും ആ സത്യവിശ്വാസി പറയുന്നൊരു വാക്കാണിത്. യാ അല്ലാഹ്, ഞാൻ നിൻ്റെ അടുത്ത് നിന്ന് വന്നവനാണ്, ഞാൻ നിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരേണ്ടവനാണ്. കാരണം സത്യവിശ്വാസിക്ക് അതൊരു വിഷമേ അല്ല. എന്ത് പ്രയാസം വരുമ്പോഴും അതൊരു പ്രയാസമായിട്ട് കാണുന്നില്ല. ആ പ്രയാസത്തിന് ഈ ഒരു വാക്കിലൂടെയാണ് തീർക്കുന്നത്. ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അള്ളാൻ്റെ റസൂല് ഒരു മക്കളെയും അടിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു മക്കളെയും ജീവിതത്തിൽ അടിച്ചിട്ടില്ല. നമ്മൾ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്കെല്ലാം മക്കൾ എതിർക്കുന്നു. എനിക്ക് ഭ്രാന്താണോ എന്നറിയില്ല കേട്ടാ. അത് ഞാൻ പറയാൻ കാരണം, എനിക്ക് സമൂഹവാസികളെ തികച്ചൊരു ഭ്രാന്തായിട്ടാണ് കാണുന്നത് ഞാൻ. അതെനിക്ക് ഭ്രാന്തുണ്ടാകുമ്പോഴാണല്ലോ ഞാൻ സമൂഹവാസികൾ തികച്ചും ഭ്രാന്തായിട്ട് എനിക്ക് തോന്നുക. എൻ്റെ വിവരമില്ലായ്മ ആയിരിക്കാം അത്. ക്ഷമിച്ചാളാം നിങ്ങൾ, ഞാനിത് പറയുന്നതിൽ ക്ഷമിച്ചാളാം. അതായത് ഓരോരുത്തർക്ക് പണത്തിൻ്റെ ഭ്രാന്ത്, ചിലവർക്ക് സ്ഥലത്തോടുള്ള ഭ്രാന്ത്, ചിലവർക്ക് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കേണ്ട ഭ്രാന്ത്, ചിലവർക്ക് ബിസിനസ് ചെയ്യേണ്ട ഭ്രാന്ത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വ്യാകുലരാണ്. ചിലവർക്ക് അസൂയപ്പെടല് അതൊരു ഭ്രാന്ത്. ചിലവർക്ക് ഇങ്ങനെ പറയല്, മറ്റുള്ളവരെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കല് അതൊരു ഭ്രാന്ത്. എങ്ങനെ നിങ്ങൾ നോക്കിയാട്ടെ, എന്തെങ്കിലും ഒരു ഭ്രാന്ത് ഒരു മനുഷ്യനിക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും ആയിട്ട് ഒരു പോയിൻ്റ് അതിൽ കിടക്കുകയാണ്. മുജാഹിദിന് സുന്നികളൊക്കെ പറയുന്നൊരു ഭ്രാന്ത്, സുന്നികൾക്ക് മുജാഹിദുകളെ പറയലൊരു ഭ്രാന്ത്. നോർമലായിട്ട് ആരാ ഉള്ളത്? ഞാനല്ല കേട്ടാ. ഞാൻ നോർമലേ അല്ല, ഞാൻ അൺനോർമലാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെയെല്ലാം വീഡിയോയിലൊക്കെ വരും പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതൊരു ഭ്രാന്ത്. ആർക്കാണ് ഭ്രാന്തില്ലാത്തത് പറഞ്ഞാൽ? എൻ്റെ കണ്ണിൽ എല്ലാവരും ഭ്രാന്തന്മാരാണ്. ഭ്രാന്തനല്ലാത്തവരായിട്ട് ഞാൻ കണ്ടുവന്നത് അള്ളാനെ ഭയന്ന് അവിടെയുണ്ട് കുറേ ഭ്രാന്ത് കാണിക്കുന്നു. സുന്നികൾക്ക് ഒരുതരം ഭ്രാന്ത്, ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതും ശരി 100% എന്ന് മറച്ചൊരു പേജ് നോക്കാനില്ല. മുജാഹിദുകളും അങ്ങനെ തന്നെ. മുജാഹിദുകൾക്ക് എന്താ പണി? ഇതന്നെയല്ല പണി, മറ്റുള്ളവരെ കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പാവാണത്, ഏറ്റവും വലിയൊരു തെറ്റാണത്. അതവർ മനസ്സിലാക്കുന്നേ ഇല്ല. എന്നിട്ട് അവർ പറയുന്നത് ഞാൻ ഭയങ്കര ദീനികളാണ്. ഈ കുറ്റം പറയലാണോ മറ്റുള്ളവരെ പറ്റിയിട്ട്? അതാണോ ദീന്? അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു അന്യ മതക്കാരനെ പോലും കുറ്റം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എവിടെയോ UP ഒരാളാ പശുവിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു 5-10 ആൾക്കാർ കൂടിയിട്ട് തച്ച് കൊന്ന് ഒരു മുസ്ലിംസിനെ. അവരെപ്പോലും കുറ്റം പറയാനുള്ള അർഹത നിനക്കില്ല എന്നാണ് അള്ളാഹ് പറയുന്നത്. നമുക്കൊരാളെയും അവരെപ്പോലും കുറ്റം പറയാൻ അർഹതയില്ല എന്ന് പറയുമ്പോൾ ഈ മുജാഹിദുകളും സുന്നികളെല്ലാം ഇന്ന് ചെയ്യുന്നത് സ്റ്റേജ് കെട്ടുക, മറ്റുള്ളവരെ കുറ്റം പറയുക. സുബ്ഹാനല്ലാഹ്. ഇതുപോലെ നമ്മൾ ദീൻ്റെ വലിയ ആളാണ്, നമുക്ക് ഫുള്ള് ദീന് പഠിച്ചിരിക്കുകയാണ്. എവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം പറയുക. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങളെ പഠിച്ചവൻ കാക്കട്ടെ. ഞങ്ങളെ കുടുംബത്തിൽ ഒരു മരണം കേട്ട് 13 വയസ്സുള്ളൊരു കുട്ടി ആത്മഹത്യ ചെയ്ത്
അതാണ് ഞാൻ പറഞ്ഞത്, അള്ളാൻ്റെ റസൂൽ ഒരു മക്കൾ അടിക്കുക പോലും ചെയ്തിട്ടില്ല, ഒരു നോവുന്ന വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറയുന്നത് നമ്മൾ ഭയങ്കര ദീനികളാണ്. ഇന്നത്തെ കാലത്ത് പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഉമ്മയും ഉപ്പയുമാരും പറയൂ, മക്കളെ ആ പുസ്തകം എടുത്ത് വായിക്കും മക്കളെ. ഇന്ന് അത് ആ പുസ്തകം പോലെയാണ് ഇന്ന് മക്കൾക്ക് ഫോൺ ഉപയോഗിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര സംഭവമാണ് ഫോണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിട്ട് ഇങ്ങനെ കുറേ കുറ്റവും പറയുക കുട്ടികളെല്ലാം. കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാഹു ഹിദായത്ത് കൊടുക്കേണ്ട സമയത്തും ഹിദായത്ത് കൊടുക്കും, പണം കൊടുക്കേണ്ട സമയത്തും പണം കൊടുക്കും, കല്യാണം കഴിപ്പിക്കേണ്ട സമയത്തും കല്യാണം കഴിക്കൂ. ആരും അങ്ങനെ മോശമൊന്നും ആവില്ല. അള്ളാഹ്ക്കുണ്ടൊരു നിശ്ചയവും. നമ്മൾ 7 വയസ്സ് വരെ അള്ളാൻ്റെ റസൂൽ പറഞ്ഞ ഹദീസ് എത്ര സഹിയ, 7 വയസ്സ് വരെ കുട്ടികളോട് ഡോണ്ട്, ഇനി അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത് എന്ന് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന്. ഇനി 7 വയസ്സിൻ്റെ ഉള്ളിൽ മക്കൾ ഉപ്പ എനിക്കത് വാങ്ങിത്തരണേ, വലിയൊരു ടോയ്സ് കാണിച്ചു തന്നിട്ട് അത് മേടിക്കാൻ വെച്ച് കൊടുക്കാൻ പറ്റിയില്ല, ചെറിയ ടോയ്സ് എങ്കിലും മേടിച്ചു കൊടുത്തേന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേ, മോനെ ഉപ്പാനടുത്ത് പൈസ ഇല്ല. എതിർക്കാൻ പാടില്ല. 7 വയസ്സ് വരെ. 7 വയസ്സ് കഴിഞ്ഞിട്ട് 14 വയസ്സ് വരെയോ ശിക്ഷണം കൊടുക്കണമെന്നാണ് പറയുന്നത്. അടിക്കാനും കലമ്പാനും അതാക്കാനും വെപ്രാളപ്പെടാനും. അതാൻ പറഞ്ഞ UP-യിലൊരു സംഭവം നടന്നപ്പോൾ അവിടെ തല്ലി കൊന്നവരെ പോലും നിങ്ങൾക്ക് കുറ്റം പറയാനുള്ള അർഹതയില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെയല്ലേ ദീന്. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ അദബ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. 14 വയസ്സ് മുതൽ 7 വയസ്സിൽ നിന്ന് 14 വയസ്സ് വരെ, 7 വയസ്സ് വരെ ഡോണ്ട് എന്ന് പറയാൻ പാടില്ല. 14 നിന്ന് 21 വയസ്സ് വരെയോ നല്ല സുഹൃത്തുക്കളായിട്ട് മക്കളോട് കഴിയണമെന്ന് പറയുന്നു. ഈ മക്കളെന്താ ഞങ്ങൾ അടിമയ? അത് ഞങ്ങൾക്ക് അള്ളാഹ് തന്ന അമാനിയല്ലേ. നമ്മളാരാ? ഇന്നാലില്ലാ വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിങ്കിൽ നിന്ന് വന്ന് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ അല്ലേ. അതുകൊണ്ട് പിന്നെ ഈ ആനക്കാരിയാക്കിയിട്ടൊന്നും ജീവിതം എടുക്കണ്ട. അള്ളാഹ്ക്കങ്ങ് വിട്ടേ. തവക്കൽതു അലല്ലാഹ്. എന്തും തവക്കൽതു അലല്ലാഹ് എന്നാക്കിയാൽ മതി. അന അബ്ദുലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ. തദിരി മാന കൗലിക്കാന്ന്. ഇന്നാലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്കറിഞ്ഞോന്ന്. എന്നേലാണ് പറയുന്നത് അന അബ്ദുലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ റബ്ബിൻ്റെ അടിമയാണ്, ഞാൻ റബ്ബിൽ തിരിച്ചു പോകേണ്ടവനാണെന്നാണ് പറയുന്നത്. ഒരു സത്യവിശ്വാസി അങ്ങനെയാണേ. അപ്പം നമുക്ക് സത്യവിശ്വാസിയാക്കണം, ഞങ്ങൾ സത്യവിശ്വാസിയാക്കണം. അസ്സലാമു അലൈക്കും. ബോറടിച്ചിട്ടുണ്ട്, ക്ഷമിച്ചാളാ.